രാജീവിന് ഒഫീഷ്യലായിട്ട് അന്വേഷിച്ചൂടെ? അതല്ലേ നല്ലത്. ഇപ്പൊ അവിടെ റെയ്ഡ് നടത്തുന്നത് അവരെ കൂടുതൽ അപകടത്തിലാക്കും. അവര് ഇപ്പോ എവിടെ ഉള്ളതെന്നറിയോ? അവരിപ്പോഴും അവന്തിയുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അമ്മയുടെ അസുഖവും മുന്നോട്ടുള്ള ജീവിതവും എല്ലാം ആ തീരുമാനത്തിനനുസരിച്ചിരിക്കും. ഞാൻ ഇപ്പൊ തന്നെ അർച്ചനയെ വിളിക്കാം ഡോക്ടർ. എത്രയും പെട്ടെന്ന് അവർ വരട്ടെ, എല്ലാം ശരിയാവും. സമൃദ്ധ എവിടെ? മുറി തന്നെ ഉണ്ട്. ഇന്ന് ഇതുവരെയും മുറിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോ ആഹാരമൊന്നും കഴിച്ചില്ലേ? ഞാൻ ചെന്ന് വിളിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് വിശപ്പില്ലാന്ന് പറഞ്ഞ് താഴേക്ക് വന്നതുപോലുമില്ല. ദേ, ഞാനൊരു കാര്യം പറയാം. കുറച്ച് ദിവസങ്ങളായി അവൾ ഇവിടുത്തെ ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല. വേറെന്തൊക്കെയോ ആലോചനകളും ഓർമ്മകളും ഒക്കെയാ. അങ്ങനെ ആര് പറഞ്ഞു? എന്തിനാ പറയുന്നേ? അല്ലാതെ എനിക്കിതൊക്കെ അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഫോണില് ആരോടൊക്കെയോ എന്തൊക്കെയോ സംസാരിക്കുന്നതും കാണാം. പിന്നെ ആരോടും ഒന്നും മിണ്ടാതെ മുറി കയറി ഡോർ അടച്ചിരിക്കും. ഇതിനു മുൻപേ അവൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അവൾക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എടി, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്ന. അവൾ ഇവിടെ ആകെ സംസാരിക്കുന്നത് കാണുന്നതേ രാജീവേട്ടനോട് മാത്രമാ. എടി, അതിനെന്താ? അല്ല, അതിനൊന്നുമില്ല. ഒന്നും ഉണ്ടാവാതിരുന്നാ മതി. എടി, അവളുടെ ഒരു രഹസ്യം പറച്ചില് എല്ലാം ഞാൻ ശരിയാക്കി കൊടുക്കാം. ഹലോ ആരതി. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് അർച്ചനയെ വിളിച്ചത്. എന്താ ആരതി? അമ്മയും കൊണ്ട് ഞാൻ സച്ചി എന്നൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിരുന്നു. എന്നിട്ട് അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ അമ്മയുടെ പ്രശ്നങ്ങളെല്ലാം വിശദമായിട്ട് കേട്ടു. എന്നിട്ട് അതിനുള്ള പ്രതിവിധി എന്താന്ന് ഡോക്ടർ പറഞ്ഞോ? അതിനുള്ള പരിഹാരവും പറഞ്ഞിട്ടുണ്ട്. എന്താ പരിഹാരം? അമ്മയ്ക്കിപ്പോ വേണ്ടത് പരമാവധി ആശ്വാസമാണ്. അത് കൊടുക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ, അർച്ചനയ്ക്ക്. എനിക്കറിയാം ആരതി. അമ്മയുടെ മനസ്സ് നേരെയാവാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അടിക്കടി ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളും ദുരിതങ്ങളുമോ അമ്മയെ ഈ പരുവത്തിലെത്തിച്ചത്. ഈ നില തുടർന്ന കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഡോക്ടർ പറഞ്ഞത്. പരമാവധി അമ്മയ്ക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ വേണം ചെയ്യാൻ. സ്വന്തം മകളുമായി അടുത്തിടപഴകാനുള്ള അവസരങ്ങൾ അമ്മയ്ക്ക് പരമാവധി ഉണ്ടാകണമെന്ന് അമ്മയുടെ ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അർച്ചനയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അർച്ചനയുടെ സാമീപ്യം മാത്രം അമ്മയുടെ അസുഖത്തിനുള്ള ഏക മരുന്ന്. ആരതി പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞ അമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. എന്ത് ചെയ്തിട്ടാണെങ്കിലും അമ്മയോടൊപ്പം ചിലവഴിക്കാൻ അർച്ചന കുറച്ച് സമയം കണ്ടെത്തിയേ പറ്റൂ. അർച്ചന കാരണം ഇപ്പൊ വേദനിക്കുന്നത് ഒരുപാട് പേരാ, അറിയാലോ. ആരതി എന്നെ കുറ്റപ്പെടുത്തുവാണോ? ഒന്നും എന്റെ തെറ്റുകൊണ്ടല്ലെന്ന് ആരതിക്ക് അറിയാവുന്നല്ലേ? ഞാൻ അർച്ചനയെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. അർച്ചന വിചാരിച്ചാൽ മാത്രമേ എല്ലാ പ്രശ്നവും അവസാനിപ്പിക്കാൻ പറ്റൂ. ഇനി വേണ്ടത് എന്താന്ന് വെച്ചാ അർച്ചനയ്ക്ക് തീരുമാനിക്കാം. ഞാൻ എന്ത് ചെയ്യണമെന്നാ ആരതി പറയാ? എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അർച്ചന തന്നെയാ. അമ്മയ്ക്ക് വേണ്ടത് അർച്ചനയുടെ സാമീപ്യമാണ്. അമ്മയെ ഈ അവസ്ഥയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ അർച്ചന അത് ചെയ്തേ പറ്റൂ. ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കണമെന്നാണോ ആരതി പറയുന്നത്? ഞാൻ പിന്നെ വിളിക്കാം. ആരാ ഹോസ്പിറ്റലില്? അത് ഒരു കൂട്ടുകാരിയുടെ അമ്മയാ. അമ്മയ്ക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറയായിരുന്നു. ഞാൻ ചെല്ലാന്ന് പറഞ്ഞു. അടുത്ത കൂട്ടുകാരുടെ അമ്മയാണോ? ആ അതെ. ആ, എങ്കിൽ തീർച്ചയായിട്ടും പോണം. നമുക്ക് അടുപ്പവും സ്നേഹവും ഉള്ളവർക്കൊക്കെ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാ ചെന്ന് കാണേണ്ടത് നമ്മുടെ ഒരു മര്യാദയല്ലേ? വേണമെങ്കിൽ ഞാനോട് വരാം, നമുക്ക് ഒന്നിച്ചു പോവാം. അയ്യോ, അതൊന്നും വേണ്ട. കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗൂഗിളിന് ഒരുപാട് തിരക്കുള്ളതല്ലേ. സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ തന്നെ പൊയ്ക്കോളാം. ആ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. തന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ഗൂഗിൾ? എടോ, അവന്തികയുടെ കേസിന്റെ വാദം തുടങ്ങാൻ പോവാ. അവർക്കെതിരെ ശക്തമായ തെളിവുകളാണ് ഉള്ളത്. ആ, താനിപ്പോ ഒരു കാര്യം ചെയ്യോ, എനിക്ക് ചായ ഇട്ട് തരാമോ?
ഒരു ചെറിയ തലവേദന ലക്ഷണമുണ്ട്. ഞാനിപ്പോ കൊണ്ടുവരാം. ആ ശരി, എങ്കിൽ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. താൻ മുറിയിലേക്ക് വന്നാൽ മതി. ആ എന്തുറ്റി? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ആരതി ഇപ്പൊ വിളിച്ചിരുന്നു. എന്തായി? കേസിന്റെ കാര്യം ആരതിയോട് സംസാരിച്ചോ? ഇല്ല, അമ്മ മെന്റൽ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം പറയാനാ ആരതി വിളിച്ചത്. ഓരോ നിമിഷവും അമ്മയുടെ മാനസിക നില കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുക. എന്റെ സാമീപ്യം കൊണ്ട് മാത്രമേ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്ന ഡോക്ടർമാര് പോലും പറയുന്നു. അത് പറയാൻ ആരതി വിളിച്ച്. എല്ലായിടത്തും ദുരന്തങ്ങളെല്ലാം ഒരുപോലെ കയറി വരികയാണല്ലോ. അർച്ചനയായിക്കൊണ്ട് അമ്മയുടെ മുന്നിലേക്ക് കയറി ചെല്ലാൻ ഈ അവസ്ഥയിൽ തനിക്ക് പറ്റില്ലല്ലോ. പിന്നെ ഇപ്പൊ എന്തു ചെയ്യും? ഞാൻ ചെന്നില്ലെങ്കിൽ ഒരുപക്ഷെ എന്റെ അമ്മ. എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല രാജീവ്. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. അമ്മ ഇവിടെ വന്ന് എന്നെ കണ്ടതാ ഈ ഷോക്കിനെല്ലാം കാരണം. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എങ്ങനെ കഴിയും? സച്ചിയുടെ കൂടെ ജീവിക്കേണ്ട സ്വന്തം മകൾ ഏതോ ഒരുത്തന്റെ ഭാര്യയായി മറ്റൊരിടത്ത് താമസിക്കുന്നു. ആ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയൂ? സ്വന്തം മകൾക്കൊന്നും ഓർമ്മയില്ലാതെ ഭ്രാന്തമായ ഒരവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന് കണ്ടാൽ ഏതൊരമ്മയുടെയും നിയന്ത്രണം വിട്ടുപോകില്ലേ? ആ, എല്ലാം ശരിയാവും. അമ്മയുടെ അസുഖം എല്ലാം മാറും. എനിക്ക് ഉടനെ എന്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് അർച്ചനയ്ക്ക് ഉടനെ അമ്മയുടെയും സച്ചിയുടെയും അടുത്തേക്ക് മടങ്ങാം. ഞാനത് ഉറപ്പുവരുന്നു. പക്ഷേ അതിനു മുമ്പേ അർച്ചനയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? നിരപരാധികളായ കാഞ്ചനയും അമ്മയും ഇപ്പൊ അവന്തികയുടെ തടവറയിലാ. അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിന് അർച്ചനയുടെ സഹായം എനിക്ക് വേണം. രാജീവിന് ഒഫീഷ്യലായിട്ട് അന്വേഷിച്ചൂടെ? അതല്ലേ നല്ലത്. ഇപ്പൊ അവിടെ റെയ്ഡ് നടത്തുന്നത് അവരെ കൂടുതൽ അപകടത്തിലാക്കും. അവര് ഇപ്പോ എവിടെ ഉള്ളതെന്നറിയോ? അവരിപ്പോഴും അവന്തികയുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പോലീസ് അവിടെ എത്തുന്നതിന് മുമ്പ് അർച്ചന അവിടെ വരെ ഒന്ന് പോണം. അവരാ വീട്ടിൽ എവിടെയുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതിന് അർച്ചനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഒരർത്ഥത്തിൽ അവരെ രണ്ടുപേരെയും ഈ അപകടത്തിലേക്ക് വലിച്ചിട്ടത് നമ്മളാണ്. അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആ വീട്ടിൽ അവരെ എവിടെയാണുള്ളതെന്ന് ഒരു സൂചന കിട്ടിയാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. രാജീവ് പറയുന്നത് ശരിയാ. നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ആ പാവങ്ങളുടെ ജീവിതം ഇല്ലാതായി പോകരുത്. ഞാൻ പോവാം അവന്തിയുടെ വീട്ടിലേക്ക്. അവരെവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കാം.